ഗുഡ് മോർണിംഗ് ഓൾ. മാർക്കറ്റ് എപ്പോൾ വേണം ഒരു ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ ആഴ്ച വരുമായിരുന്നു. പക്ഷേ ബുധനാഴ്ച വ്യാഴാഴ്ചയോ വരുമെന്ന് പ്രതീക്ഷ എടുത്തുമ്പോഴാണ് വീണ്ടും ഒരു വാറിൻ്റെ ഒരു ഇഷ്യൂ വന്നത്. അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഈ ചാനൽ ബ്രേക്ക് ചെയ്തത്. ഇതൊരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ചാനലാണ്. അത് ഓൾമോസ്റ്റ് ബ്രേക്ക് ചെയ്ത് ഒരു ഗ്രീനിലോട്ട് പോയായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ഇഷ്യൂ വന്നപ്പോൾ വീണ്ടും ഒന്ന് ആ ചാനലിനകത്ത് തന്നെ വീണ്ടും ക്ലോസ് വന്നിരിക്കുകയാണ്. ഉടനെ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. 20 EMA സപ്പോർട്ട് ഭയങ്കര വാലിഡ് സപ്പോർട്ടാണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ആ ഒരു സർക്കിളിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ബ്ലൂ ലൈന് താഴെ വന്നിട്ടും ആ ബോഡി വീണ്ടും 20 EMAക്ക് മുകളിൽ ക്ലോസ് ചെയ്യാനായിട്ട് കണ്ടിന്യൂസ് ശ്രമിച്ചിട്ടുണ്ട്. അത് നല്ല സപ്പോർട്ടായിട്ട് വീണ്ടും ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 24,070 24,000 ഇത് നല്ല സപ്പോർട്ടാണ്. പിന്നെ ഈ ഒരു സ്വിംഗ് ലോ വരുന്നത് 23,800 ആണ് ഈ ഒരു സ്വിംഗ് ലോ. അപ്പോൾ ഈ രണ്ടും നല്ല മേജർ സപ്പോർട്ടാണ്. ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീണതിൻ്റെ ഈ ഫോളിൻ്റെ ഏറ്റവും വലിയൊരു വീഴ്ചയുടെ തിരിച്ച് കയറുമ്പോഴത്തേക്കും 61.8 റീട്രേസ്മെൻ്റ് ആണ്. അത് 24,750. ഇതിന് മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ ഈ വാറിൻ്റെ ഇഷ്യൂ, താരിഫ് ഇഷ്യൂ എല്ലാം കഴിഞ്ഞു എന്ന് നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി അങ്ങോട്ട് പോയാലും ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് ആയിരിക്കും. നമ്മൾ ലോങ് ആയിട്ട് എപ്പോഴും പറയുന്ന ചാർട്ടാണ്. മാർക്കറ്റ് സ്റ്റിൽ ബുള്ളിഷ് തന്നെയാണ്. പക്ഷേ ഈ വാറ്, താരിഫ് എല്ലാം ഇഷ്യൂ കാരണം ഒരു നന്നായിട്ട് കയറിക്കൊണ്ടുവന്നതിൻ്റെ കുറച്ചൊരു സ്റ്റൈൽ മാറിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. സ്റ്റിൽ ബുള്ളിഷാണ്. ഓക്കെ, താങ്ക് യു.